ശ്രീ ഗുരുഭ്യോ നമഃ. അടുത്തതായി വിശ്വമൂർത്തിർ മഹാമൂർത്തിർ ദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തി ശതാനനഃ. 717 നാമം വിശ്വമൂർത്തി. വിശ്വം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ വിശ്വമൂർത്തി എന്ന് പറയുന്നത്. സഹസ്രനാമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആദ്യത്തെ നാമം തന്നെ വിശ്വം എന്നാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞു. ഈ പ്രപഞ്ചം, ഈ ലോകം എല്ലാം തന്നെ ഭഗവാനാണെന്ന് നമ്മൾ ആദ്യത്തെ നാമം കൊണ്ട് തന്നെ പറയുമ്പോൾ എല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു. അടുത്ത നാമം മഹാമൂർത്തി. മഹത്തായ ശരീരത്തോട് കൂടിയവനാണ് മഹാമൂർത്തി. ഈ പ്രപഞ്ചം മുഴുവൻ ചരവും അചരവുമായിട്ടുള്ള എല്ലാം തന്നെ ഭഗവാന്റെ ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഭഗവാൻ മഹാമൂർത്തി തന്നെയാണ്. അടുത്ത നാമം ദീപ്തമൂർത്തി. തേജോമയനായിട്ടുള്ള ആ ഒരു സ്വരൂപനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ദീപ്തമൂർത്തിയാണ്. ഈ പ്രപഞ്ചം ദീപ്തമൂർത്തിയായ ഭഗവാന്റെ തേജസ് കൊണ്ട് പ്രകാശപൂരിതമാകുന്നു. ദീപ്തമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപ വർണ്ണന ഭാഗവതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ പറയുന്നതിൻ്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ്: ശോഭയോട് കൂടിയതും മരതകരത്നം പോലെയുള്ള നിറത്തോടു കൂടിയതും ചെന്താമര പുഷ്പത്തിൻ്റെ ഉള്ളിലുള്ള ആ ചുവന്ന നിറം പോലെയുള്ള നേത്രങ്ങളോട് കൂടിയവനും തീയിലിട്ട് പഴുപ്പിച്ച സ്വർണം പോലെയുള്ള പട്ടുവസ്ത്രത്തോടും മനോഹരമായ അവയവങ്ങളോടും കൂടി അങ്ങനെ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി സൗന്ദര്യമുള്ള പുരികങ്ങളോടും അമൂല്യമായ രത്നങ്ങൾ പതിച്ച കിരീടത്തോടും കൈകളിൽ അണിഞ്ഞിട്ടുള്ള തോൾവളകളോടും ചെവിയിൽ ധരിച്ച മകരകുണ്ടലങ്ങൾ കൊണ്ട് പ്രശോഭിക്കുന്ന കവിൾത്തടങ്ങളോടും താമരപുഷ്പത്തെ പോലെ മനോഹരമായ മുഖത്തോടും അരഞ്ഞാൺ, കൈവളകൾ, മുത്തുമാല, കാൽച്ചിലമ്പുകൾ തുടങ്ങിയ ആഭരണങ്ങൾ കൊണ്ട് ശോഭിച്ചും കൗസ്തുഭരത്നവും ലക്ഷ്മീദേവിയും വനമാലയും ധരിച്ച മാർവിടത്തോടും സുദർശന ചക്രം അതുപോലെ തന്നെ അസ്ത്രദേവതകൾ കൊണ്ട് സേവിക്കപ്പെട്ടും ആണ് ഭഗവാൻ ദീപ്തമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഇരിക്കുന്നത്. ആ ഭഗവാനെയാണ് ബ്രഹ്മാവും പരമശിവനും ദർശിച്ചിരിക്കുന്നത്. അവർ ഭഗവാനെ നമസ്കരിക്കുന്നതായിട്ട് ആ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത നാമം അമൂർത്തിമാൻ. രൂപമില്ലാത്തവനാണ് അമൂർത്തിമാൻ. പരബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ അരൂപിയാണ്. വിശ്വമൂർത്തി, മഹാമൂർത്തി, ദീപ്തമൂർത്തി എന്നിങ്ങനെ 3 നാമങ്ങൾ ഭഗവാനെ രൂപത്തോട് കൂടിയവനായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അമൂർത്തിമാൻ എന്ന നാമം കൊണ്ട് ഭഗവാന് രൂപമില്ലെന്ന് നമ്മെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സഗുണാരാധനയിൽ നിന്ന് ആ ഒരു നിർഗുണാരാധനയിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സാകാരഭാവത്തിൽ നിന്നാണ് നമ്മൾ നിരാകാരമൂർത്തിയായിട്ടുള്ള ഭഗവാനിലേക്ക് എത്തുന്നത്. ആദ്യം നമുക്ക് ആരാധിക്കുവാനായിട്ട് ഒരു രൂപം ആവശ്യമാണ്. അതാണ് നാമത്തിൻ്റെ പ്രത്യേകത. നാമം എന്ന് പറയുന്നത് എപ്പോഴും രൂപത്തോട് ചേർന്നിരിക്കും. സഹസ്രനാമ ജപമൊക്കെ നമുക്ക് അത്രയും പ്രാധാന്യമുള്ളതാകുന്നത് അങ്ങനെയാണ്. ആ നാമങ്ങൾ വരുമ്പോൾ നമുക്ക് ഭഗവാനെ ആ ഒരു രൂപത്തിൽ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ ഭക്തി മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് രൂപത്തിൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടാകുന്നില്ല. എല്ലാത്തിലും ഒരു സമദൃഷ്ടി അനുഭവപ്പെടും. അപ്പോൾ ഭഗവാൻ അമൂർത്തിമാനാണ്, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ആ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ അരൂപിയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് ശുദ്ധനാണ്, വിമുക്തനാണ്, രൂപമില്ലാത്തവനാണ്. അതുകൊണ്ട് സ്വരൂപത്തിനൊരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. ഭഗവാൻ പൂർണ്ണാനന്ദ സ്വരൂപനാണ്, ക്ഷയിക്കാത്തവനാണ്, ജനനമരണമില്ലാത്ത നിത്യനാണ്, ഒരു കളങ്കവും പുരളാത്തവനാണ്. അങ്ങനെ രൂപത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്ന് വഴുതിപ്പോകാത്തവനുമാണ്. ആനന്ദത്തിൻ്റെ പൂർണ്ണ രൂപം ഉൾക്കൊണ്ടതാണ് ഭഗവാൻ. അങ്ങനെ ഇങ്ങനെ രൂപരഹിതനായിട്ടുള്ള ഭഗവാനെയാണ് നിർഗുണബ്രഹ്മം എന്ന് പറയുന്നത്. രൂപസഹിതനായിട്ടുള്ള ഭഗവാനെയാണ് സഗുണബ്രഹ്മം എന്ന് പറയുന്നത്. രൂപത്തിലൂടെ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ രൂപരഹിതനായിട്ടുള്ള
അമൂർത്തിമാനായിട്ടുള്ള ഭഗവാനെ സാക്ഷാത്കരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ളതിനേക്കാൾ അതിസൂക്ഷ്മമാണ്. അപ്പോൾ അമൂർത്തമാണ് ബ്രഹ്മം. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സ്, ബുദ്ധി ഇതുകൊണ്ടോ ഒന്നും പരമാത്മാവായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ അമൂർത്തിമാനായിട്ടുള്ള ഭഗവാനെ നമുക്ക് അനുഭൂതിപ്രദമാക്കാൻ സാധിക്കും. അങ്ങനെ ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. അതിന് ആത്മബോധം വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വികസിപ്പിച്ചെടുത്തവർക്ക് മാത്രമേ അചിന്ത്യവും അരൂപിയും സർവവ്യാപിയുമായിട്ടുള്ള ഭഗവാനെ അനുഭൂതിപ്രദമാക്കുവാനായി സാധിക്കുകയുള്ളൂ. അടുത്ത നാമം അനേകമൂർത്തി, അസംഖ്യം രൂപമുള്ളവൻ എന്നർത്ഥം. ബ്രഹ്മത്തിൽ നിന്ന് ആണ് ഈ പ്രപഞ്ചം ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ ആ ഒരു രൂപത്തിൻ്റെ തന്നെ ഒരു ചെറിയ കാര്യം എന്ന് നമുക്ക് പറയാം. പ്രപഞ്ചത്തിലെ ഓരോ പദാർത്ഥത്തിലും ഭഗവാന്റെ ചൈതന്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഭഗവത് ചൈതന്യം നിലനിൽക്കുന്ന ഓരോ വസ്തുവും ഭഗവത് രൂപം തന്നെയാണ്. അതിനാൽ ഭഗവാൻ അനേകമൂർത്തിയാണ്. ഓരോ മനുഷ്യനിലും ഭഗവാന്റെ സാന്നിധ്യം ചൈതന്യ രൂപത്തിലുണ്ട്. അങ്ങനെ ആ ഒരു ചൈതന്യം നമ്മളിലുണ്ട് എന്നറിയുമ്പോഴാണ്, നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്നറിയുമ്പോഴാണ് അനേകമൂർത്തിയായിട്ടുള്ള ഭഗവാനെ നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുക. അടുത്ത നാമം അവ്യക്തഃ. ഭഗവാൻ അവ്യക്തനാണ്. സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ അരൂപിയാണ്, അദൃശ്യനാണ്, അചിന്ത്യനാണ്, അവ്യക്തനുമാണ്. ഭഗവാന്റെ അക്ഷയവും സർവോത്തമവുമായിട്ടുള്ള ആ പരമമായിട്ടുള്ള സ്വരൂപത്തെ അറിയാൻ കഴിയാത്ത, വിവേകശക്തി ഇല്ലാത്തവർ അവ്യക്തമായിട്ടുള്ള ഭഗവാനെ രൂപമുള്ളവനായിട്ട് കരുതുന്നു. നമുക്ക് മനസ്സിൻ്റെയോ ബുദ്ധിയുടെയോ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഉപാധികളിലൂടെ ഒന്നും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആ മനോബുദ്ധി തലത്തിൽ ഭഗവാൻ അവ്യക്തനാണ്. നമുക്ക് ഭഗവാനെ അനുഭൂതിപ്രദമാക്കാൻ കഴിയുന്നത് ആത്മതലത്തിൽ കൂടെയാണ്. അതുകൊണ്ടാണ് അവ്യക്തനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ആത്മതലത്തിൽ നമുക്ക് ഭഗവാനെ അനുഭൂതിപ്രദമാക്കാൻ രൂപത്തിൻ്റെ ആവശ്യമില്ല. ഏതൊന്നിനെ പ്രാപിച്ചാലാണോ നമുക്ക് മടങ്ങിവരവില്ലാത്തത്, അതാണ് ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം. അതാണ് ബ്രഹ്മസായുജ്യം എന്ന് പറയാൻ പറ്റുന്നത്. അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ പദം പ്രാപിച്ചാൽ പോലും പുനർജന്മമില്ലാതാവുന്നില്ല. എന്നാൽ അവ്യക്തവും ഒരിക്കലും നശിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം മനുഷ്യൻ്റേത്. ആ സർവോത്തമമായിട്ടുള്ള ആ അവ്യക്താവസ്ഥയെ പ്രാപിച്ചാൽ പിന്നീട് പുനർജന്മമില്ല. കുണ്ഠതയൊന്നുമില്ലാത്ത ഒരു സ്ഥാനമാണത്. അതാണ് വൈകുണ്ഠം. അങ്ങനെ ജീവൻ്റെ ഒരു പ്രയാണത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ് ആ പരമപവിത്രമായിട്ടുള്ള ഭഗവത് പദം എന്ന് പറയുന്നത്, ആ വിഷ്ണു സായുജ്യം എന്ന് പറയുന്നത്, ആ പരമാനന്ദ പ്രാപ്തി, ആ പരമപദപ്രാപ്തി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഭഗവാനിൽ ചേർന്ന് കഴിയുമ്പോഴാണ്. ഒരു ജീവന് സായുജ്യം ലഭിക്കുമ്പോഴാണ്. പിന്നീട് തിരിച്ചു വരവേയില്ല. അപ്പോൾ ആ ഒരു സ്ഥാനത്തിലെത്തുക എന്നുള്ളതാണ് ഓരോ ജീവൻ്റെയും പ്രയാണത്തിൻ്റെ ഉദ്ദേശ്യം. അടുത്ത നാമം ശതമൂർത്തി, 100 രൂപങ്ങളോട് കൂടിയവൻ എന്നർത്ഥം. ഈ നാമം അനേകമൂർത്തി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഷഹ എന്ന ശബ്ദത്തിന് നശിപ്പിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. തഹ എന്ന ശബ്ദത്തിന് കള്ളൻ എന്നർത്ഥവുമുണ്ട്. അപ്പോൾ ഈ 2 ശബ്ദം കൂടെ ചേരുമ്പോൾ കള്ളന്മാരെയും അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഷഠന്മാരായിട്ടുള്ളവരെയും ഒക്കെ നശിപ്പിക്കുന്ന, മോശമായിട്ടുള്ള ആൾക്കാരെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം നമുക്കെടുക്കാം. അതുകൊണ്ട് മോഷ്ടാക്കളെയും വിശ്വാസവഞ്ചന ചെയ്യുന്നവരെയും ദുരാചാരികളെയും ഒക്കെ നശിപ്പിക്കുന്ന മൂർത്തിയാണ്, അങ്ങനെയുള്ള ശതമൂർത്തിയാണ് ഭഗവാൻ എന്നൊരർത്ഥം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്ത നാമം ശതാനനഃ.
100 മുഖങ്ങളോട് കൂടിയവൻ എന്നർത്ഥം. ഭഗവാന് 100 കണക്കിന് മുഖങ്ങളുണ്ട്. എല്ലായിടത്തും മുഖങ്ങളുള്ള രൂപമാണ് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. അനന്തം വിശ്വതോ മുഖം എന്നാണ് പറയുന്നത്. അപ്പോൾ 100 കണക്കിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്രത്തോളം രൂപമാണ് ഭഗവാനുള്ളത്, അത്രത്തോളം മുഖങ്ങളാണ് ഭഗവാനുള്ളത്. എല്ലായിടത്തും കൈകളും കാലുമുണ്ട്, എല്ലായിടത്തും കണ്ണും തലയും മുഖവും ചെവിയുമുണ്ട്. ഈ പ്രപഞ്ചത്തെ തന്നെ ആവരണം ചെയ്താണ് ആ ദേവൻ്റെ സ്ഥിതി. അങ്ങനെ സ്ഥിതി ചെയ്യുകയാണ് ഭഗവാൻ. നമുക്ക് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനകത്തെ ആ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എല്ലായിടത്തും ഭഗവാന്റെ കൈകളും കാലുകളും മുഖവും ഒക്കെ വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 100 കണക്കിന് മുഖങ്ങളോട് കൂടിയവനാണ് ഭഗവാനെന്ന്. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം.